തിരുവാതിര. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറാണ്. അപ്പോൾ ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് 10ാം ഭാവത്തിൽ ശനീശ്വരൻ വരികയും ആ ലഗ്നത്തിൽ തന്നെ മെയ് മാസത്തോടു കൂടി വ്യാഴം വരികയും ചെയ്യും. അപ്പോൾ വ്യാഴം ഇത്ര നാൾ ഇവർക്ക് 12ാം ഭാവത്തിലായിരുന്നു. അതിൽ നിന്ന് ജന്മത്തിലെത്തി. ജന്മത്തിൽ വ്യാഴം വന്ന 12ൽ നിൽക്കുന്നേക്കാളും ഇത്തിരി കൂടി നല്ലതാണ് വരുന്നത്. പക്ഷെ ശനി നമുക്ക് കണ്ടകനായിട്ട് വരുന്നു. പക്ഷെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും അടുത്തുള്ള വ്യാഴക്ഷേത്രത്തിൽ പോവുക. ജന്മത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും നാൾ 9ലായിരുന്ന ശനീശ്വരൻ കുറേ ജ്ഞാനത്തെയും നല്ല അറിവുകളെയൊക്കെ തന്നിരുന്നു. അത് ഒന്നും കൂടി പോഷിപ്പിച്ചെടുക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു അലസത വരും, മാറ്റം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെ മതി, പഠിച്ചതൊക്കെ മതി എന്നൊക്കെ ഒരു തോന്നൽ വരും. അതൊന്നല്ല, മുന്നിലേക്ക് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ശനി തരുന്ന ഓരോ അറിവുകളും നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോഴാണ് ശനീശ്വരൻ ഇപ്പോൾ കണ്ടകനായാലും ഏഴരശനി ആയാലും ഒക്കെ നന്മ തരുന്ന ഒരു ഗ്രഹമായിട്ട് മാറുള്ളൂ. 9ാം ഭാവത്തിൽ നമുക്ക് തന്നിട്ടുള്ള നല്ല വശങ്ങളുണ്ട്, അതേപോലെ ചിലപ്പോൾ ദോഷം വശങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ദോഷം വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ വ്യാഴം എപ്പോഴും സർവ്വ ഈശ്വര കാരകത്വമുള്ള ആളാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ആഴ്ചയിലൊരു ദിവസങ്ങളോ ഈ മാസത്തിലൊരിക്കലെങ്കിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, വിഷ്ണുവിൻ്റെ സഹസ്രനാമം ജപിക്കുക. അതൊക്കെ ചെയ്താൽ ഈ തിരുവാതിര നക്ഷത്രക്കാർ മിഥുനക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്.